ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളെ ഉത്കണ്ഠയോടെ ആശങ്കയോടെ ഒക്കെ കാണുന്നവരാണ് പൊതുവെ ഇന്ത്യയിലെ ജനങ്ങൾ. കേരളത്തെപ്പോലെയുള്ള ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തെ ജനങ്ങൾ ഇന്ത്യ പാക് തർക്കങ്ങളെ ആകാംക്ഷയോടെയാണ് കാണുന്നതെങ്കിലും അതുണ്ടാക്കുന്ന ആഘാതങ്ങൾ അവരെ നേരിട്ട് ബാധിക്കുന്നില്ല. എന്നാൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒന്നായി കിടന്ന ഒരു രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുമ്പോൾ അതുണ്ടാക്കാവുന്ന വലിയ ആഘാതങ്ങളെപ്പറ്റി ഏറ്റവും അധികം ഉത്കണ്ഠാകുലനായിരുന്നു നമ്മുടെ മഹാത്മജി എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിനോടൊപ്പം അത്തരം ഉത്കണ്ഠകൾ പങ്കുവെച്ച അതിർത്തി ഗാന്ധി, അബ്ദുൾ ഗാഫർ ഖാനെ പോലുള്ള ആളുകൾ ഇന്ത്യ എന്ന മഹത്തായ രാജ്യം രണ്ടായി വിഭജിച്ചാൽ അത് വരും നാളുകളിൽ ഒട്ടേറെ ദുരന്തങ്ങൾ വരുത്തി വെക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും ഇന്ന് ലോകത്തിലെ രണ്ട് രാജ്യങ്ങൾ എന്ന യാഥാർത്ഥ്യത്തെ നമ്മളൊക്കെ അംഗീകരിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തികൾ, അതിൻ്റെ നീളമെന്നത് ഏകദേശം 3323 കിലോമീറ്ററാണ്. ഇങ്ങ് ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ ഇത്തരം സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറുകളിൽ മിക്കപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയുടെ തർക്കങ്ങൾ, ആ തർക്കം നിലനിൽക്കുന്ന പ്രദേശങ്ങളെയാണ് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. പ്രദേശങ്ങളിൽ മിക്കപ്പോഴും സംഘർഷങ്ങളും നിരപരാധികളുടെ മരണവും ഗ്രാമീണർ തന്നെ പ്രദേശങ്ങൾ വിട്ടുപോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. പലപ്പോഴും നമ്മൾ യുദ്ധത്തെപ്പറ്റി വളരെ വൈകാരികമായി പ്രതികരിക്കുമ്പോൾ ഈ ലൈൻ ഓഫ് കൺട്രോളിലും ഇല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഞാൻ മുമ്പ് വിശേഷിപ്പിച്ച 3300-ലധികം വരുന്ന കിലോമീറ്ററിൽ ജീവിക്കുന്ന ഗ്രാമീണരുടെ ഉത്കണ്ഠ പലപ്പോഴും മാധ്യമങ്ങൾ പങ്കുവെക്കുന്നില്ല. അത് മനസ്സിലാക്കുവാൻ നമ്മളെപ്പോലെയുള്ള ആളുകൾ ശ്രമിക്കുന്നില്ല. ഇവിടെയാണ് വളരെ ഗൗരവതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ബോർഡറിൽ താമസിക്കുന്ന ഗ്രാമീണർ അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തികൾ നുഴഞ്ഞുകയറ്റം വളരെയധികം വർദ്ധിച്ചതിൻ്റെ പേരിൽ 1988 ശേഷം നമ്മൾ അവിടെ ഫെൻസിങ് ഉയർത്തിക്കൊണ്ട് ഉയരങ്ങളിൽ വളരെ ഉയരത്തിൽ ഫെൻസിങ് ഉയർത്തി അതിലൂടെ വൈദ്യുതി കടത്തിവിട്ട് വലിയ പ്രകാശങ്ങൾ ചൊരിയുന്ന തരത്തിൽ ആ പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിൽ ഏകദേശം ഈ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിൽ ഏകദേശം 4.5 ലക്ഷത്തോളം ആളുകൾ 457 ഗ്രാമങ്ങളിലായി വസിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബോർഡറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് പഞ്ചാബ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ധീരനായ വൈമാനികനെ പാകിസ്ഥാൻ നമുക്ക് കൈമാറിയത് വാഗാ ബോർഡറിൽ വെച്ചത് നമുക്കറിയാം. ഒന്നായി കിടന്ന പഞ്ചാബിലെ രവി എന്ന നദി രണ്ടായി വിഭജിക്കുന്നു. ആ നദിയിലൂടെ ആളുകൾ അപ്പുറവും ഇപ്പുറവും യഥേഷ്ടം സഞ്ചരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായതിനു ശേഷം അത്തരം യാത്രകൾക്ക് തടസ്സമുണ്ട്. അവിടെ പട്ടാളക്കാർ കേന്ദ്രീകരിച്ചിരിക്കുന്നു. രണ്ട് രാജ്യത്തെ പട്ടാളക്കാരും രണ്ട് രാജ്യത്തെയും ഗ്രാമീണരുമായി ദൈനംദിനം വളരെ സൗഹൃദത്തോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എങ്കിലും സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഗ്രാമീണർ മൊത്തമായി ഒഴിഞ്ഞു പോകുകയും സംഘർഷങ്ങളുടെ ഭാഗമായി ഗ്രാമീണർ മരിക്കുകയും ചെയ്യുന്ന അതിദാരുണമായ സംഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള ബോർഡറുകളിൽ ഉയർത്തിയിരിക്കുന്ന ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട് അന്തർദേശീയമായി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ധാരണ, ബോർഡറുകളിൽ 1/2 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഏകദേശം 300 അടിക്കുള്ളിൽ തന്നെ ഈ വേലി കെട്ടണമെന്നാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ വേലി ഉയർത്തിയിരിക്കുന്നത് 1/2 കിലോമീറ്റർ മുതൽ 3 കിലോമീറ്റർ വരെ ഉള്ളിലേക്കാണ്. എന്നാൽ ഈ വേലിക്കപ്പുറമുള്ള ഇന്ത്യയും പാകിസ്ഥാനും പങ്കുവെക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന ഏകദേശം 11,000 കർഷകർ വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൃഷി ചെയ്യണമെങ്കിൽ ഈ പറയുന്ന വേലിക്കെട്ട് കടന്ന് കൃഷിസ്ഥലത്തെത്തണം. അവിടെ എത്തണമെങ്കിൽ പട്ടാളക്കാരുടെ അനുവാദം വേണം. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ മാത്രമേ കൃഷി ചെയ്യുവാൻ പാടുള്ളൂ. അവിടുത്തെ വിളയെടുക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പട്ടാളമാണ്. ഇതേ പ്രശ്നം പാകിസ്ഥാൻ്റെ ബോർഡറിൽ ജീവിക്കുന്നവരും അനുഭവിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തെ നമ്മൾ ഗൗരവതരമായ അന്തർദേശീയ വിഷയമായി ചർച്ച ചെയ്യുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ, നമ്മൾ ആയുധമെടുത്തുകൊണ്ടുള്ള തർക്കങ്ങൾ പോലും നമ്മൾ ചാനലിലൂടെ കാണുമ്പോൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകൾ ഉയരുമ്പോൾ, ഈ തർക്കങ്ങളുടെ പേരിൽ നിരവധി ഗ്രാമീണർ അവരുടെ ജീവൻ പണയം വെച്ചാണ് ജീവിക്കുന്നത്. അവരുടെ ഗ്രാമങ്ങൾ പലപ്പോഴും കണക്കുകൾ പറയുന്നത്
എല്ലാ മാസവും അല്ലെങ്കിൽ പോലും 1.5 മാസം ഇരിക്കെ ഗ്രാമീണർ മൊത്തത്തിൽ അവരുടെ എല്ലാ വിഭവങ്ങളും പറക്കിക്കെട്ടി അവരുടെ സ്കൂളുകൾ ഉപേക്ഷിച്ച്, അവരുടെ ആശുപത്രി ഉപേക്ഷിച്ച്, അവരുടെ നാൽക്കാലികളെ ഉപേക്ഷിച്ച് തൊട്ടടുത്ത സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറേണ്ട അവസ്ഥ തീർച്ചയായും ഇന്ത്യ പാകിസ്ഥാൻ തർക്കങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത്തരം വിഷയങ്ങളിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം ഗൗരവതരമായ തർക്കം, അത് ആശയപരമായി സംവാദങ്ങളിലൂടെ കൃത്യമായ ഇടപെടലുകളിലൂടെ ജനാധിപത്യപരമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് പട്ടാളക്കാർ മാത്രമല്ല, ബോർഡറിൽ താമസിക്കുന്ന, അതിർത്തിയിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ഗ്രാമീണരാണ്. ആ ഗ്രാമീണരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളാണ്. ആയതിനാൽ ഇന്ത്യ പാകിസ്ഥാൻ തർക്കം നമ്മൾ ചിലരുടെ വൈകാരികതയുടെ പ്രകടനത്തിനപ്പുറം കുറേ മനുഷ്യരുടെ കൂടി ദുഃഖങ്ങളും ദുരന്തങ്ങളും പങ്കുവെക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്.